ഇസ്രയേലിലേക്ക് ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്യാൻ മോദി സർക്കാർ അഭ്യസ്തവിദ്യരായ യുവാക്കളെയാണ് സർക്കാർ ഇരകളാക്കുന്നത്. ജീവൻ പണയപ്പെടുത്തി യുദ്ധഭീതിയുള്ള പ്രദേശങ്ങളിൽ ജോലി ചെയ്യാനുള്ള യുവാക്കളുടെ മാനസികാവസ്ഥയെ ചൂഷണം ചെയ്യുകയാണ് മോദി സർക്കാർ. ഇതൊരു കൊടും ക്രൂരതയാണ്. മോദി സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്ത്. ഇസ്രയേലിലേക്ക് ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്യാൻ മോദി സർക്കാർ സൗകര്യമൊരുക്കുകയാണെന്ന് ഖാർഗെ. സർക്കാരിന്റെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി ഏകദേശം 15,000 ഇന്ത്യക്കാരെ ഇസ്രായേലിലേക്ക് അയക്കുന്നുണ്ടെന്നും എക്സിലെ പോസ്റ്റിൽ ഖാർഗെ ഇന്ത്യൻ യുവാക്കളെ വ്യാജരേഖ ചമച്ച് കബളിപ്പിച്ച് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ചേർത്തു. പലർക്കും ജീവനും നഷ്ടപ്പെട്ടു. മോദി സർക്കാരിന്റെ യുവജന വിരുദ്ധ നയങ്ങളും തൊഴിലില്ലായ്മയാണ് ഇതിനു പിന്നിൽ. അഭ്യസ്തവിദ്യരായ യുവാക്കൾ ഉയർന്ന ശമ്പളത്തിനായി തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി യുദ്ധഭീതിയുള്ള പ്രദേശങ്ങളിൽ ജോലി ചെയ്യാൻ തയ്യാറാണെന്നതാണ് വസ്തുത. പ്രധാനമന്ത്രിയെ എക്സിൽ ടാഗ് ചെയ്തുകൊണ്ട് ഖാർഗെ തന്റെ വിമർശനം പങ്കുവച്ചത്. സ്വന്തം പരാജയങ്ങൾ മറക്കാനുള്ള വ്യാജ മറുപടികൾ മാത്രമാണ് മോദി സർക്കാരിന് മുൻപിലുള്ളൂ. അഗ്നിവീർ പദ്ധതിയിലൂടെ യുവാക്കളെ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്ന രാഹുലിന്റെ വാക്കുകൾ ഓർമ്മയിൽ വരിക സ്വാഭാവികം. ഈ കൊടും ക്രൂരത അവസാനിപ്പിക്കണമെന്നാണ് മനസ്സാക്ഷിയുള്ളവർക്ക് പറയാൻ കഴിയുക.